സാർ, അമ്പലപ്പുഴ മണ്ഡലത്തിലൂടെ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് 20 കിലോമീറ്റർ ദൂരത്തിലാണ്. 2020 ഹൈവേ നിർമ്മാണത്തിൻ്റെ DPR തയ്യാറാക്കുമ്പോൾ പ്രാദേശികമായ പ്രത്യേകത ഒന്നും കണക്കിലെടുക്കാതെയാണ് തയ്യാറാക്കപ്പെട്ടത്. സാർ, തോട്ടപ്പള്ളി ഹാർബർ, മെഡിക്കൽ കോളേജ് ആശുപത്രി കവാടം, തീരദേശ ഹൈവേ കയറുന്ന സ്ഥലം എന്നിവ പോലും ഈ DPR തയ്യാറാക്കിയപ്പോൾ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. സാർ, അങ്ങയുടെ കൂടി ഇടപെടലിനെ തുടർന്ന് കുറേ ആവശ്യങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്. തീരദേശ ഹൈവേ NH-66 ബന്ധിക്കുന്ന പുറക്കാട് പഞ്ചായത്തിലെ പായൽക്കുളങ്ങരയിൽ അണ്ടർപാസ് ഇല്ല സാർ. NH-ഉം കടലുമായി 150 മീറ്റർ മാത്രം അകലമുള്ള സ്ഥലമാണ്. സുനാമി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്ന പഞ്ചായത്താണ് പുറക്കാട് പഞ്ചായത്ത്. സാർ, ഇതിന് സമാനമായ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടായാൽ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. വടഞ്ഞവഴി SM കവല കുട്ടനാട്ടിലേക്കുള്ള കവാടമാണ്. ചമ്പക്കുളം വഴി ചങ്ങനാശ്ശേരിയിലേക്കും പടഹാരം വഴി തിരുവല്ലയിലേക്കുമുള്ള പ്രധാനപ്പെട്ട പാതയുടെ കവാടമാണ്. ഇവിടെയും അണ്ടർപാസ് നിർണയിച്ചിട്ടില്ല സാർ. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ അണ്ടർപാസോ ഉയരപ്പാതയോ DPR ഉണ്ടായിരുന്നില്ല. സാർ, അങ്ങയുടെ ഇടപെടലിൻ്റെ കൂടി ഭാഗമായി 12.5 മീറ്റർ വീതിയിൽ അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട്. സാർ, ആശുപത്രിയിൽ 3000-ലധികമാണ് OPയിൽ രോഗികൾ വരുന്നത്. ഇതിനോട് ചേർന്ന് SDV സ്കൂളിൽ 1500 കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. പെർ ഡേ ഏതാണ്ട് 5000, ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് മാത്രം 5000-ന് മേലെ ആളുകൾ എത്തിച്ചേരുന്ന ഏറ്റവും തിരക്കുള്ള ഈ ജംഗ്ഷനിൽ ആംബുലൻസ് മറ്റെല്ലാം വന്നു ചേരുന്ന സ്ഥലമാണ്. അവിടെ സാർ, അല്പം വീതി കൂട്ടി ഉയരപ്പാത ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അപകടരഹിതമാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് സാർ ഈ പറയപ്പെട്ട പോയിന്റ് എന്നുള്ളത്. സാർ, ഇവിടെ പല സ്ഥലത്തും 100 ദിവസത്തിലധികമായി ജനകീയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സാർ, അതുകൊണ്ട് ഇത്തരമൊരു ഈ 3 പ്രധാനപ്പെട്ട പോയിന്റ് സാർ, ഒരു സെക്കൻഡ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ അനിവാര്യമായി ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രയാസം പരിഹരിക്കാൻ പായക്കുളങ്ങര ജംഗ്ഷൻ, വളഞ്ഞവഴി SM കവല എന്നിവ പുതിയ അണ്ടർപാസ് നിർമ്മിക്കുന്നതിനും ആശുപത്രിക്ക് മുന്നിൽ വീതികൂട്ടിയുടെ ഉയരപ്പാത നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടൽ NH-മായി നടത്തണം എന്നുള്ളതാണ് സബ്മിഷന്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഇത് NH-66 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഹുമാന്യനായ ശ്രീ H. സലാം പ്രദാനം ചെയ്യുന്ന അമ്പലപ്പുഴ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ചില ആവശ്യങ്ങളാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ പ്രദേശങ്ങളിൽ അടിപ്പാതയും മേൽപ്പാലവും വേണമെന്ന ആവശ്യം നിരവധി തവണ ബഹുമാന്യനായ ശ്രീ H. സലാം ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ദേശീയപാത അതോറിറ്റിയാണ് പദ്ധതിയുടെ DPR തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഭാഗമായുള്ള അത്തരം പ്രക്രിയകൾ നടന്നിരുന്നു. എങ്കിലും MLA-മാരും മറ്റ് ജനപ്രതിനിധികളും MP-മാരും ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ശ്രമിച്ചിട്ടുള്ളത്. വകുപ്പ് ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പല നിലയിലും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു. സർ, അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ തോട്ടപ്പള്ളി, പായൽക്കുളങ്ങര, കച്ചേരിമുക്ക്, വളഞ്ഞ വഴി, SM കവല, മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷൻ, പറവൂർ ജംഗ്ഷൻ, ആലപ്പുഴ ESI ജംഗ്ഷൻ, കളർകോട് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളാണ് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ H. സലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അതായത് ഈ സമയത്ത് NHAയുടെ ശ്രദ്ധയിൽ അതാത് സമയത്ത് തന്നെ പെടുത്തിയിരുന്നു. ആ പെടുത്തിയതിൻ്റെ ഭാഗമായി ചില ആവശ്യങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശം, പറവൂർ ജംഗ്ഷൻ, അമ്പലപ്പുഴ കച്ചേരിമുക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ആവശ്യം ദേശീയപാത അതോറിറ്റി പരിഗണിക്കുകയും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പായൽക്കുളങ്ങരയിലും വളഞ്ഞ വഴി SM കവലയിലും അടിപ്പാത വേണമെന്നാണ് ഈ സബ്മിഷനിൽ ഉന്നയിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് പകരം ഫ്ലൈ ഓവർ എന്ന ആവശ്യവും ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി അടിയന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ള ഇടപെടൽ നടത്തുന്നതായിരിക്കും. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ വളരെ സാധ്യമാകുന്ന നിലയിൽ വളരെ ആത്മാർത്ഥമായി തന്നെ പൊതുമരാമത്ത് വകുപ്പ്, സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ട്. അത് പരിഹരിച്ചു പോകാനുള്ള ശ്രമമാണ്. ഒരു ഭാഗത്ത് ദേശീയപാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഉള്ള ആത്മാർത്ഥമായ ശ്രമത്തോടൊപ്പം ഇത്തരം വിഷയങ്ങളും പരിഹരിക്കാനുള്ള ശ്രമം തുടരും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്.